സൂപ്പർ പടം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ റിവ്യൂസിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ലൈക്ക് ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്, സെക്കൻഡ് ഹാഫ്. പക്ഷെ ആ ലാഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വേണം എന്ന് പറഞ്ഞാൽ പടം ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാൻ ആ ഫസ്റ്റ് ഹാഫ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിലോട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ഒന്നുമില്ല. അത് ഓരോ പടം ഓരോ ഇത്. നിങ്ങൾ ഹോളിവുഡ് കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കൈയടിക്കാമെങ്കിൽ പിന്നെ ഇതിന് എന്തുകൊണ്ട് കൈയടിക്കാം? പിന്നെ മാത്രമല്ല ഇത് നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പറായിരുന്നു, അടിപൊളി. അമിതാഭ് ബച്ചനാണ് സൂപ്പർ. അത് തന്നെ, ബച്ചൻ സാർ നന്നായിരുന്നു. പ്രഭാസിന് കുറച്ചേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വെറൈറ്റിയാണ്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇനി അത് രണ്ടാം ഭാഗം ഉണ്ട് ഉറപ്പാണ്. അമിതാഭ് ബച്ചൻ സൂപ്പർ. അമിതാഭ് ബച്ചൻ സൂപ്പർ. പ്രഭാസ് സുമാർ. അമിതാഭ് ബച്ചൻ സൂപ്പർ. കൊള്ളാം, കുഴപ്പമില്ല. സൂപ്പർ പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഫീലുണ്ട്. കൊള്ളാം. ഇഷ്ടപ്പെട്ട VFX കൊള്ളാം, അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയും ഉണ്ട്, പക്ഷെ എല്ലാം ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ കമൽഹാസനും അമിതാഭ് ബച്ചനും ചെയ്തിട്ടുണ്ട്. പ്രഭാസ് കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ സെറ്റ്, VFX ഒക്കെ കണ്ട് ഒറിജിനൽ പോലെ ഇരിക്കും. സെറ്റ് പടം. അമിതാഭ് ബച്ചൻ. പ്രഭാസ് അങ്ങനെ തന്നെ. 3D സെറ്റായിരുന്നു, കാണാൻ പറ്റും. എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ചെയ്യണം. 3D സെറ്റായിരുന്നു, അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു, കിട്ടില്ല പടം, അടിപൊളി പടം. എല്ലാം സൂപ്പർ. സ്പെഷ്യലി പ്രഭാസും അമിതാഭ് ബച്ചനും ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു, അടിപൊളി, ഭയങ്കര കിടിലം പടം. ഫസ്റ്റ് ഹാഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിനെക്കാട്ടി ഒരു കുഴപ്പമില്ലാത്തൊരു എക്സ്പെക്ടേഷൻ ആണ്. സെക്കൻഡ് ഹാഫ് വേറെ ലെവല് കയറും, റേഞ്ചേ മാറ്റിക്കളയും സിനിമയുടെ. ഭയങ്കര സെക്കൻഡ് പാർട്ടിന് ഭയങ്കര വെയിറ്റ് ചെയ്യണം, ഭയങ്കര വെയിറ്റ് ചെയ്യണം. വെരി ഗുഡ് മൂവി, നല്ല മൂവിയാണ്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ വേറെ ലെവൽ, നല്ല മൂവിയാണ്. വളരെ എന്താണ്, അഭിനയം നല്ലതാണ്. പ്രഭാസിനൊരു തിരിച്ചുവരവ് കിട്ടി, നല്ല. അമിതാഭ് ബച്ചനാണ് സൂപ്പർ. നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂഷ്വലി ഇന്ത്യയിൽ കണ്ടുവരുന്ന സിനിമകളെക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അടിപൊളിയാണ്. അമിതാഭ് ബച്ചൻ മെയിൻ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. DAGing ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. നെഗറ്റീവ് അറിയില്ല, നെഗറ്റീവ് ഞാൻ കേട്ടില്ല. ഇത് പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു സ്റ്റോറി പോലെയാണ്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നാച്ചുറലായിട്ട് ഇതിനൊരു എൻഡിങ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും. നല്ല സിനിമ. നല്ല പടം, നല്ല ഗംഭീര വിഷ്വൽ. അങ്ങ് മറന്ന് കണ്ട് എന്താ പറയാ, മതിമറന്നാൽ കണ്ടിരിക്കാം. ഗംഭീര പെർഫോമൻസ്, എല്ലാവരും നന്നായിട്ടുണ്ട്. പ്രഭാസിന്റെ ഗംഭീര തിരിച്ചുവരവ് എന്ന് പറയാം. ഓ പിന്നെ പുള്ളിക്കേ പറ്റുള്ളൂ അത്. ക്ലൈമാക്സ് ഒക്കെ നല്ല തീയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് കഥ ഇത്തിരി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ക്യാമിയോ ഒക്കെ ഉണ്ട്, കുറെ ക്യാമിയോ ഉണ്ട്. പടം കാണാൻ വെർത്താണ്, നല്ലൊരു പടമാണ്, വെർത്താണ്, കാണാനുള്ള തന്നെ. കിടിലം പടമാണ്. ഫസ്റ്റ് ഹാഫ് ലൈക്ക് ക്യാരക്ടർ ബിൽഡപ്പ് ആണ്, സെക്കൻഡ് ഹാഫിലാണ് പടം ലൈക്ക് മെയിൻ ആയിട്ട് തുടങ്ങുന്നത്. അടിപൊളി പടം, കൊള്ളാം. ക്ലൈമാക്സിലെ VFX ഒക്കെ ചുമ്മാത്തി സെറ്റ് ആയിട്ടുണ്ട്, കൊള്ളാം. കൊള്ളായിരുന്നു. അവസാനം മാത്രം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ബോർ തന്നെയാണ്. കൊള്ളാം. വളരെ നല്ല സിനിമയാണ്, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും വളരെ മികച്ച അഭിനയമായിരുന്നു, സൂപ്പറായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവരും സൂപ്പറായിരുന്നു. അടിപൊളി പടമാണ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എന്തോ അഭിനയം നല്ലതാണ്, സ്റ്റോറി ലൈനാണ് ഏറ്റവും മെയിൻ. പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഹോളിവുഡ് ലെവൽ പടം പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിരുന്നു, സെക്കൻഡ് ഹാഫ് കോമ്പൻസേറ്റ് ചെയ്തു. കിട്ടുള്ള സ്റ്റോറി കൊള്ളാം, അടിപൊളിയാണ്. പ്രഭാസ് അടിപൊളിയാണ്. വല നോക്കണ്ട, സീൻസ് ആണ്, മാസ് ആണ്. കൊള്ളാട്ടാ, അടിപൊളി. ഓ നല്ല പടമായിരുന്നു, സൂപ്പർ പടം. പ്രഭാസൊക്കെ സൂപ്പർ, നല്ല പടമായിരുന്നു. ഓ കൂടുതലൊന്നും പറയാനില്ല, നല്ല പടമാണ്, മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ വന്ന് കാണണം. അടിപൊളി സിനിമയാണ്. 600 കോടി മുടക്കി വഴി പടം ചെയ്തെങ്കിലും അതിനുള്ള വക ഫുള്ളുണ്ട്. ഇതിന് മിത്തോളജിയും കൂടെ ആഡ് ചെയ്താണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. പക്ഷെ മിത്തോളജി ആഡ് ചെയ്താലും ആസ് ഇന്ത്യൻ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇത് ഇന്നേവരെ കണ്ടിട്ടുള്ള അടിപൊളി സിനിമയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യണം. പിന്നെ 3D കണ്ടെന്ന് വെച്ചാൽ ആദ്യം ബോർ ഫീൽ ചെയ്യും, 3D കുഴപ്പമില്ല,
കൊള്ളാം. ലൈക്ക് നല്ല പടമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ ലൈക്ക് ഇച്ചിരി ലോങ് ആയിരുന്നു ഫിലിം, ബട്ട് നല്ല ഫിലിമായിരുന്നു.